നമ്മൾ ഇനി അടുത്ത ചോദ്യമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതില് ചോദ്യം നോക്കിക്കോളൂ കേട്ടോ. ചോദ്യം ആദ്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റൻ ഒന്ന് പറയാം. ഇതാണ് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റൻ വരുന്നത്. അതായത് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ഒരു നീളം കൂടിയിട്ടുള്ള ഒരു റെക്റ്റാങ്കിൾ കാണാൻ പറ്റും. റെക്റ്റാങ്കിൾ, ഓക്കെ, ഒരു ചതുരം കാണാൻ പറ്റുന്നുണ്ട്. സമചതുരം അല്ല, ചതുരമാണ്. മനസ്സിലായല്ലോ? നീളം കൂടിയിട്ടുള്ള ഒരു ചതുരം. ഇതിന്റെ ഈ നീളം തന്നിട്ട് 15 സെന്റിമീറ്റർ ആണ് ഈ നീളം. ക്ലിയർ ആണല്ലോ? 15 സെന്റിമീറ്റർ നീളം. വീതി നമുക്ക് അറിഞ്ഞുകൂടാ. വീതിയാണ് ശരിക്കും കാണേണ്ടത്. വീതി നമുക്ക് കാണണം. ഓക്കെ, പിന്നെ വേറെ എന്താ തന്നിട്ടുള്ളത്? ഇതൊരു സ്ക്വയർ ആണ്, ഇത് വേറൊരു സ്ക്വയർ ആണ്. 2 സ്ക്വയറുകൾ. ഓക്കെ, അപ്പൊ നമുക്കും പറയാം ഒരു റെക്റ്റാങ്കിള് 15 സെന്റിമീറ്റർ നീളമുള്ള, വീതി തന്നിട്ടില്ല, 15 സെന്റിമീറ്റർ നീളമുള്ള ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം. അതിൽ നിന്ന് 2 സ്ക്വയറുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്വയറുകൾ വീതി നമുക്കറിയാം? ഇല്ല. നമുക്കതിനെ എക്സ് ആയിട്ട് എടുക്കാം. ഓക്കെ, ഈ ഒരു വീതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? തൽക്കാലത്തിന് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അതായത് ഈ ഒരു സൈഡ് ഇത് എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു സമചതുരം ആയതുകൊണ്ട് ഇതും എത്ര തന്നെയാണ് വരുന്നത്? എക്സ് തന്നെയാണ് വരിക. ഇത് എത്ര വരും? ഇതും എക്സ് തന്നെയാണ് വരുന്നത്, ഇതും എക്സ് തന്നെയാണ് വരുന്നത്. സമചതുരമാണല്ലോ. 2 സമചതുരങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു റെക്റ്റാങ്കിളിൽ നിന്ന്, ഒരു ചതുരത്തിൽ നിന്ന് 2 സമചതുരങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ത് വരും? ഈ സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം. സമചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് വശം ഇൻറ്റു വശമാണ്. വശം ഇൻറ്റു വശം, അതായത് വശം സ്ക്വയർ ആണ്. വശത്തിന് നമ്മൾ നോർമലി എ എന്നാണ് പറയാറ്, എ സ്ക്വയർ എന്നാണ് പറയാ. ഇവിടെ ഒരു വശം എക്സ് ആയതുകൊണ്ട് ഈ സമചതുരത്തിന്റെ ഏരിയ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ. ഇതിൻ്റെതും തന്നെയാണ് എക്സ് സ്ക്വയർ തന്നെയാണ്. മനസ്സിലായോ? ഈ സമചതുരത്തിന്റെ ഏരിയയും എക്സ് സ്ക്വയർ ആണ്. മനസ്സിലായോ? ഇത് ചതുരമാണ് കേട്ടോ. ഇത് ചതുരമാണ്. ഇതിൻ്റെത് ചതുരത്തിന്റെ നമ്മുടെ ഏരിയ കാണാനായിട്ടുള്ള പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി ആണ് കേട്ടോ. നീളം ഇൻറ്റു വീതി ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി നോക്കിക്കേ. ചോദ്യത്തിൽ തന്നിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി ചെക്ക് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ചതുരമുണ്ട്. ആ ചതുരത്തിൽ നിന്ന് 2 സമചതുരങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമചതുരത്തിന്റെ ഒരു വശം എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ സമചതുരത്തിന്റെ ഏരിയ എക്സ് സ്ക്വയർ ആണ്. ഈ സമചതുരത്തിന്റെ ഏരിയയും എക്സ് സ്ക്വയർ ആണ്. ഇതിന്റെ ടോട്ടൽ ഏരിയ വന്നിട്ട് 27 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് നീളം ഇൻറ്റു വീതി ഇതിനെ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാണേണ്ടത് ഈ വീതിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ഒരൊറ്റ ചതുരമായിട്ട് എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോ ഒന്ന് സൈഡ്, ഓക്കെ, നോക്കിക്കോളൂ. ഇതില് ഓക്കെ, അപ്പൊ നമ്മള് ഒരൊറ്റ സമചതുരമല്ല, ഒരു ചതുരമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ ഏരിയ ഞാനത് എഴുതുന്നത് ഏരിയ ഓഫ് എത്ര എണ്ണം ഉണ്ട് അവിടെ? 2 എണ്ണം അല്ലേ? ഏരിയ ഓഫ് 2 ചെറുതാണല്ലോ അത്, സ്മോൾ സ്ക്വയേഴ്സ്, 2 സമചതുരങ്ങളുടെ ഏരിയ പ്ലസ് ഏരിയ ഓഫ് സ്മോൾ rectangle is equal to നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ലാർജ് റെക്റ്റാങ്കിൾ. മനസ്സിലായോ? അതായത് ചെറിയ ഈ സമചതുരത്തിന്റെ ഏരിയ പ്ലസ് ഈ ചെറിയ സമചതുരത്തിന്റെ ഏരിയ പ്ലസ് ഈ ചെറിയ ചതുരത്തിന്റെ ഏരിയ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ വലിയ ചതുരത്തിന്റെ ഏരിയ കിട്ടും. മനസ്സിലായോ? അപ്പൊ നമുക്ക് എഴുതാലോ. ഈ ഏരിയ ഓഫ് 2 സ്മോൾ സ്ക്വയേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. എക്സ് സ്ക്വയർ ഉണ്ട്, ഒരെണ്ണത്തിന്റെ എക്സ് സ്ക്വയർ ആണ്, പ്ലസ് മറ്റേതിന്റെ എന്താണ് വരുന്നത്? എക്സ് സ്ക്വയർ ആണ്. മനസ്സിലായോ? ഏരിയ ഓഫ് 2 സ്മോൾ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. പിന്നെ ഏരിയ ഓഫ് സ്മോൾ റെക്റ്റാങ്കിൾ എത്രയാണ്? 27 അല്ലേ? പ്ലസ് 27 ഈക്വൽ ടു നമുക്ക് ഏരിയ ഓഫ് ലാർജ് റെക്റ്റാങ്കിളിന്റെ, അതായത് ഇതൊരു റെക്റ്റാങ്കിൾ ആണല്ലോ, റെക്റ്റാങ്കിളിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം ഇൻറ്റു വീതിയാണ്. നീളം ഇൻറ്റു വീതി, ദാറ്റ് ഈസ് നീളം എത്രയാണ്? 15. വീതിയായിട്ട് നമ്മൾ എത്ര എടുത്തിട്ടുള്ളത്? എക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോ 15x. ഈ ഭാഗം ഒന്നുകൂടി പറയാം. നമുക്ക് കാണേണ്ടത്
ഇതൊന്നുമില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ആദ്യം ഇത് മാത്രം വിചാരിച്ചാൽ ഒരു വലിയൊരു റെക്റ്റാങ്കിൾ ഉണ്ട്, വലിയൊരു റെക്റ്റാങ്കിൾ. മനസ്സിലായല്ലോ? ഒരു വലിയൊരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഒരു വലിയൊരു റെക്റ്റാങ്കിൾ കൺസിഡർ ചെയ്തു. ഇതിന്റെ ഏരിയ കാണാൻ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? നീളം ഇൻറ്റു വീതി. പക്ഷെ വീതി തന്നിട്ടില്ല, അപ്പൊ നമുക്ക് ഇതിനെ എക്സ് ആയിട്ട് എടുക്കാം. മനസ്സിലായല്ലോ? എക്സ് ആയിട്ട് എടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞു അതിൽ നിന്ന് രണ്ട് സമചതുരങ്ങൾ കട്ട് ചെയ്തെടുത്തു. സോ ഇതിൻ്റെത് എക്സ് സ്ക്വയർ ആണ് ഏരിയ, ഇതിൻ്റെത് എക്സ് സ്ക്വയർ ആണ്. ഇതിന് നമുക്ക് തന്നിട്ടുണ്ട് 27 സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇത് ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വലിയ ചതുരത്തിന്റെ ഏരിയ കിട്ടും. ഓക്കെ, സോ ഇത്ര എഴുതി. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 27 ഇസ് ഈക്വൽ ടു 15x കിട്ടി. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാലോ. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x സ്ക്വയർ അല്ലേ, 2x സ്ക്വയർ. ബാക്കി എന്തുണ്ട്? പ്ലസ് 27 ഇസ് ഈക്വൽ ടു 15x. ഈ 15xനെ ഇവിടെ പ്ലസ് ആയിട്ട് എടുക്കുന്ന 15xനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ അത് മൈനസ് ആവും. ഓക്കെ, നമുക്ക് എഴുതാം 2x സ്ക്വയർ മൈനസ് 15x പ്ലസ് 27. ബാക്കി എന്തുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ? ബാക്കി ഒന്നുമില്ല, ഇതൊക്കെ അങ്ങോട്ട് പോയില്ലേ? ഇസ് ഈക്വൽ ടു 0. മനസ്സിലായോ? 2x സ്ക്വയർ മൈനസ് 15x പ്ലസ് 27 ഇസ് ഈക്വൽ ടു 0. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. കണ്ടോ, ഇവിടുന്ന് നമുക്കിനി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതുവരെ മനസ്സിലായല്ലോ? ഇത് ഒന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കാണാം, എന്നിട്ട് തീരെ കിട്ടുന്നില്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഓരോ ഭാഗം നോക്കി, എ ബി സി. ഓക്കെ, അപ്പൊ എയും കിട്ടി, ബിയും കിട്ടി, സിയും കിട്ടി. നമുക്ക് ഇവിടെ ഒന്ന് എഴുതി വയ്ക്കാം. എ ഇസ് ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. ബി ഇസ് ഈക്വൽ ടു എത്രയാണ്? -15 ആണ്. സി ഇസ് ഈക്വൽ ടു എത്രയാണ്? 27 ആണ്. ഇനി നേരെ നമ്മുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് കാണാനായിട്ടുള്ള ഇക്വേഷൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇതിലോട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഓൾറെഡി മൈനസ് ആണ്, മൈനസ് ഓഫ് -15. 2 മൈനസ് ഉണ്ട്, അത് 2 പ്ലസ് ആയി മാറും. ഞാൻ പറയാം, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -15ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2 ഇൻറ്റു 27. ഓക്കെ, അതിന് ഞാനൊന്ന് ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2a. ഓക്കെ, സോ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് -15 എന്ന് പറഞ്ഞാൽ 15 ആണ്, 15 ആണ്. മൈനസും മൈനസും പ്ലസ് ആയി പോയി. പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 15ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15ന്റെ സ്ക്വയർ എത്രയാ? 15 ഇൻറ്റു 15. 5 25 25 5 ബാക്കി 2 1 5 5 6 7 1 5 5 1 1 5 12ക്ക് 2 ബാക്കി 1 225 മൈനസ് 4 ഇൻറ്റു 2 8 8 ഇൻറ്റു 27 7 56 56 6 ബാക്കി 5 8 8 16 16 17 12 19 20 21 216 ഡിവൈഡഡ് ബൈ 4. ഇതുവരെ മനസ്സിലായി നോക്കിക്കേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കിക്കേ? ഓക്കെ, ഡൗട്ടില്ല. ഓക്കെ, അപ്പൊ നോക്കാം. സോ എക്സ് ഇസ് ഈക്വൽ ടു 15 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 225 നിന്ന് 16 പോയി കഴിഞ്ഞാൽ 16 കഴിഞ്ഞാൽ 17 18 19 20 21 22 23 24 25 9 ആണ് വരുന്നത്. റൂട്ട് 9 ഡിവൈഡഡ് ബൈ 4. ഇതാ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നമുക്ക് റൂട്ട് ബാക്കി കട്ട് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു 15 പ്ലസ് ഓർ മൈനസ് റൂട്ട് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 അല്ലേ? 3/4. ഇതിനെ നമുക്ക് 2 പീസായിട്ട് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ നമുക്ക് എഴുതാം, ഇതാ 2 സെക്ഷനായിട്ട് എഴുതാം. ഒന്നാമത്തത് ഒരു ഉത്തരം എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു 15 പ്ലസ് 3/4 ദാറ്റ് ഈസ് 18/4. ഓക്കെ, അല്ലെങ്കിലോ 15 മൈനസ് 3/4. ഓക്കെ, 15 അപ്പോൾ ഇസ് ഈക്വൽ ടു എക്സ് ഇസ് ഈക്വൽ ടു 15 3 പോയി കഴിഞ്ഞാൽ 12 12/4. സോ ഇവിടെ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമുക്ക്
4.5 കിട്ടും, 4.5 കിട്ടും. ഇവിടെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 3 കിട്ടും, 3 4 12. ഓക്കെ, സോ 2 ഉത്തരങ്ങൾ കിട്ടി. എക്സ് സിക്കൽ ടു 4.5 കിട്ടി, എക്സ് സിക്കൽ ടു 3 കിട്ടി. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ നോക്കണം. അപ്പൊ 2 ഉത്തരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്, 4.5 കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതാ ഇതിന് 4.5 കിട്ടിയിട്ടുണ്ട്, അതേപോലെ തന്നെ 3 കിട്ടിയിട്ടുണ്ട്. നമുക്ക് 2 വെച്ച് ചെയ്ത് നോക്കാം, പക്ഷെ 3 ആയിരിക്കും ഉത്തരം വരിക. കാരണം നമുക്ക് നോക്കാം. ഓക്കെ, ഇതാ ഈ ഫിഗർ ഇതുവരെ കിട്ടിയത് ക്ലിയർ ആവുന്നിരിക്കുന്നു. നോക്കിക്കേ, മനസ്സിലായല്ലോ. ഇവിടെ 15 ആണ്, ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള 3 ആണെന്ന് വിചാരിച്ചത്. ഓക്കെ ഓക്കെ, ഇവിടെ എന്തായിരിക്കും അപ്പൊ 3ന്റെ സ്ക്വയർ, ഇവിടെ 3ന്റെ സ്ക്വയർ, ബിക്കോസ് അവിടെ എഴുതിയിട്ടുള്ളത് എക്സ് സ്ക്വയർ എന്നല്ല എഴുതിയിട്ടില്ലേ. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ 3 സ്ക്വയർ, 3 സ്ക്വയർ. ഇവിടെ എത്രയാ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 27 നല്ല തന്നിട്ടുള്ളത്, 27 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കാം. ഇവിടെ നമ്മൾ 3 ആണെന്നാണ് കിട്ടിയിട്ടുള്ളത്, അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, ഇത്ര ഉത്തരങ്ങൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്, 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 പ്ലസ് 9 പ്ലസ് 9 9 പ്ലസ് 9 പ്ലസ് 27 ഇസ് ഈക്വൽ ടു 9 9 2 18, 27 പ്ലസ് 18 ഇസ് ഈക്വൽ ടു 7 14 15 5 45 ഉത്തരം കിട്ടും. 45 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ടോട്ടൽ ഉത്തരം വരുന്നത്, 45 സെന്റിമീറ്റർ സ്ക്വയർ. മനസ്സിലായല്ലോ. 15 × 3 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് വരുന്നത്? 15 × 3 ഇസ് ഈക്വൽ ടു 5 5 5 1 3 3 4 45. ശരിയാണ്. സോ നമ്മുടെ ഉത്തരം വരുന്നത് എത്രയാണ്? നമ്മുടെ ഉത്തരം വരുന്നത് 3 ആണ്. ഈ വീതി എന്ന് പറയുന്നത് 3 ആണ്, 4.5 അല്ല. 4.5 ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, പക്ഷെ നമുക്ക് 3 ആണ് ഉത്തരം വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുള്ളത്. മനസ്സിലായല്ലോ. അപ്പൊ ഇത് മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ ഒന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ബാക്കി അഗെയിൻ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് പറയാം. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാനായിട്ട് നോക്കാം. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നോക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് മീ. താങ്ക് യു. അടുത്ത